കൊട്ടാരക്കരയിൽ ഒരു ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി രോഗിയുടെ മകൻ രംഗത്ത് വന്നു. വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ പിതാവിന് വൃക്കയ്ക്കും കരളിനും ചികിത്സ നൽകിയെന്നും പിതാവ് അതുമൂലം മരിച്ചുപോയെന്നുമാണ് ഇപ്പോഴുയരുന്ന ആരോപണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി കൊടുത്തു. ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നത്. മെയ് 5-നാണ് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് മാത്യു ജോണിനെ പ്രവേശിപ്പിക്കുന്നത്. 6 ദിവസം കഴിഞ്ഞപ്പോൾ വൃക്കയ്ക്കും കരളിനും തകരാറുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചെന്ന് മകൻ പറഞ്ഞു. കേസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നോട്ട് പോകുമെന്നും അതിൻ്റെ അങ്ങേ അറ്റം വരെയും ഞാൻ എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും കളഞ്ഞാൽ പോലും ഞാൻ അത് നീതി തന്നെ മേടിക്കുമെന്നും. 6 ദിവസമായിട്ടും ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ വന്നതോടെ ബന്ധുക്കൾ ചോദ്യം ചെയ്തു. തുടർന്ന് രോഗിയെ ആശുപത്രി കൈയൊഴിഞ്ഞെന്നും മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ പറഞ്ഞതായും പരാതിയിൽ പറയുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മാത്യു ജോൺ മരിച്ചത്. എന്നാൽ ആരോപണങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾക്ക് ആശുപത്രി തയ്യാറായില്ല. ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 24 കൊല്ലം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.